സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള വിളി മാത്രമാണ് ഇവിടെ ഉയരുന്നത്, അന്തരീക്ഷത്തിൽ അലയടിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഈ നിമിഷം ഉയരുന്ന കാറ്റ് പോലും ശരണമന്ത്രധ്വനികൾ മാത്രം മുഴക്കുന്ന അന്തരീക്ഷം. സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രധ്വനികൾ മാത്രം മുഴങ്ങുന്ന സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രധ്വനികൾ മാത്രം മുഴങ്ങുന്ന അന്തരീക്ഷം. ഓരോ മനുഷ്യരും ഹൃദയത്തോട് ചേർത്ത്, ജീവിതത്തോട് ചേർത്ത് അയ്യപ്പസ്വാമിയെ ഭജിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യമുള്ള തങ്കയങ്കി ഘോഷയാത്രയെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് വരവേൽക്കുന്ന ആ ഘോഷയാത്ര പ്രയാണം ആരംഭിക്കുമ്പോൾ പുറത്തേക്ക് എതിർപ്പോടുകൂടി തന്നെ അയ്യപ്പ മന്ത്രങ്ങളോടുകൂടി തന്നെ അയ്യപ്പസ്വാമിയുടെ സ്വാമി മന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഘോഷയാത്ര പുറപ്പെടുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വാദ്യമേളങ്ങളുടെയും മറ്റും അകമ്പടിയോടുകൂടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ 18-ാം പടി ഉൾപ്പെടെയുള്ള മാതൃകയോടുകൂടിയ ആ പ്രത്യേക വാഹനത്തിലേക്ക്, പ്രത്യേക രഥത്തിലേക്ക് ഘോഷയാത്രയെ ആനയിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവർ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് ഘോഷയാത്രയ്ക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ, പ്രത്യേക സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഘോഷയാത്രയോടൊപ്പം അനുഗമിക്കും. ഭക്തജനങ്ങൾ അനുഗമിക്കും. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. ഘോഷയാത്രയുടെ കടന്നു പോകുന്ന വഴിത്താരകൾ, ഈ ക്ഷേത്രത്തിന് സമീപ പ്രദേശങ്ങൾ, ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരത്തിന് സമീപ പ്രദേശങ്ങൾ എല്ലായിടത്തും ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ക്ഷേത്രത്തിന് പുറത്തേക്ക്, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് പുറത്തേക്ക് വാദ്യമേളങ്ങളുടെയും മറ്റും അകമ്പടിയോടുകൂടി ഘോഷയാത്ര പുറപ്പെടുന്നതിന് വേണ്ടിയുള്ള അവസാനവട്ട ചിട്ടവട്ടങ്ങളോടുകൂടി എല്ലാവിധ പൂജാവിധികളും പൂർത്തിയാക്കി ഘോഷയാത്ര പുറത്തേക്ക് എഴുന്നള്ളുന്ന, പുറത്തേക്ക് വരവേൽക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടും. കൃത്യം 7 മണിക്ക് തന്നെ പുറപ്പെടുന്ന ഘോഷയാത്ര മൂർത്തിട്ട ഗണപതി ക്ഷേത്രത്തിലാണ് ആദ്യ സ്വീകരണം ഏറ്റുവാങ്ങുക. അവിടെയും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടും. ഭക്തജനങ്ങൾ അവിടെയും മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നുണ്ട്. അവിടെയും ഈ സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ ഈ ഘോഷയാത്ര ദർശിക്കുന്നതിന് വേണ്ടി, ഈ തങ്കയങ്കി ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് മൂർത്തിട്ട ഗണപതി ക്ഷേത്രത്തിൽ തൊട്ടടുത്തുള്ള 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ക്ഷേത്രത്തിലും ഉണ്ടാകും. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ ഒരുക്കുന്ന സ്വീകരണങ്ങൾ, അവിടെയെല്ലാം ഭക്തി നിർഭരമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നിലവിളക്കുമേന്തി വഴിത്താരകളിലെല്ലാം ഭക്തജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ ആ പുണ്യ നിമിഷത്തിനാണ് ഇനിയുള്ള 4 ദിവസം ഘോഷയാത്ര പ്രയാണം നടക്കുന്ന 4 ദിവസം നാം സാക്ഷ്യം വഹിക്കുക. അയ്യപ്പസ്വാമി ഭക്തരെ സംബന്ധിച്ചിടത്തോളം, ഓരോ അയ്യപ്പസ്വാമി ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിരകാല അഭിലാഷം, ഓരോ വർഷത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെ ഫലം, ഓരോ വർഷവും അവർ ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന പുണ്യ നിമിഷങ്ങൾ, അവരുടെ വീടിന് മുൻപിൽ കൂടി അവരുടെ സ്ഥലങ്ങളിൽ കൂടെ ഈ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഘോഷയാത്ര കടന്നുപോയി, ഈ തങ്കയങ്കി കടന്നുപോയി അടുത്ത ഒരു വർഷത്തിന് വേണ്ടിയുള്ള ഒരു വർഷത്തെ ആ കാത്തിരിപ്പ്, അതിനൊക്കെയുള്ള ഒരു പൂർത്തീകരണമാണ്. അവിടെ ആറ്റുനോറ്റ് കാത്തു നിൽക്കുന്ന ഭക്തരുടെ അഭിലാഷമായിട്ടുള്ള പൂർത്തീകരണമാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ 4 ദിവസം ഉണ്ടാവുക. ഇപ്പോൾ തങ്കയങ്കിയും വഹിച്ചുകൊണ്ട് തങ്കയങ്കി പുറത്തേക്ക് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന രഥത്തിലേക്ക്, വാഹനത്തിലേക്ക് കയറ്റുന്നതിനുള്ള, വാഹനത്തിലേക്ക് ആനയിക്കുന്നതിനുള്ള, സ്വീകരിച്ചാനയിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അയ്യപ്പ മന്ത്രധ്വനികൾ മാത്രം മുഴങ്ങുന്ന അന്തരീക്ഷം, സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള വിളികൾ മാത്രം മുഴങ്ങുന്ന നിമിഷം. വാദ്യമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ദേവസ്വം ഭരണാധികാരികളുടെ എല്ലാം അകമ്പടിയോടുകൂടി, അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഘോഷയാത്ര ഇപ്പോൾ പുറപ്പെടും. അല്പസമയത്തിനുള്ളിൽ ഘോഷയാത്ര പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ശബരിമല മാതൃകയിലുള്ള രഥത്തിലേക്ക് ആനയിച്ച് സ്വീകരിച്ചാനയിക്കും. ഭക്തി നിർഭരമായിട്ടുള്ള, ഭക്തിയുടെ പാരിമ്യത്തിലുള്ള അന്തരീക്ഷം, ഭക്തിയുടെ പാരിമ്യത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രധ്വനികൾ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനി 4 പാട് നിന്നും മാത്രം കേൾക്കുന്ന ആ ഒരു അന്തരീക്ഷം, അതിൻ്റെ ഭക്തി നിർഭരമായിട്ടുള്ള ഭക്തിയുടെ പാരിമ്യത്തിൽ ഭക്തജനങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യം, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭക്തജനങ്ങൾ, ഇവിടെ എത്തുന്ന കാറ്റിന് പോലും ചെറു ആലിലകൾക്ക് ചെറുവനക്കം തട്ടിച്ചുകൊണ്ട് ഇവിടെ എത്തുന്ന കാറ്റിന് പോലും അയ്യപ്പ മന്ത്രധ്വനിയുടെ ആ ഒരു ശബ്ദം മാത്രം മുഖരിതമാകുന്ന അന്തരീക്ഷം. അങ്ങനെ ഭക്തി നിർഭരമായിട്ടുള്ള സാഹചര്യത്തിൽ, ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ, സ്വാമി സ്തുതികൾ മാത്രം മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ, അയ്യപ്പസ്വാമി സ്തുതികൾ മാത്രം മുഴങ്ങി കേൾക്കുന്ന അന്തരീക്ഷത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന രഥത്തിലേക്ക്, വാഹനത്തിലേക്ക് ഈ തങ്കയങ്കി സ്വീകരിച്ചാനയിക്കുന്ന, സജ്ജമാക്കുന്ന കാഴ്ചകളാണ്, ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന രഥത്തിലേക്ക് തങ്കയങ്കി കയറ്റുന്നു. വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓരോ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിരകാല അഭിലാഷം, അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ് ഒരു നോക്ക് കാണുക എന്നുള്ള അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും പ്രാർത്ഥനയോടെ കാത്തിരുന്ന നിമിഷം, തങ്കയങ്കി ദർശിക്കുന്നതിന് വേണ്ടിയുള്ള പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പിൻ്റെ
പൂർത്തീകരണം അതെല്ലാം ഇപ്പോൾ സാധ്യമായിക്കൊണ്ടിരിക്കുന്നു. ആ തങ്കയങ്കി ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വാഹനത്തിലേക്ക് കയറ്റുകയാണ്, വാഹനത്തിലേക്ക് സ്വീകരിച്ച് അനയിക്കുകയാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് പുറപ്പെടും, ഘോഷയാത്ര പുറപ്പെടും. വലിയ ഭക്തജന തിരക്ക്, ആപാലവൃത്തം ഭക്തജനങ്ങളുടെയും തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച. പോലീസിന്റെ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷയോടുകൂടി തന്നെ ഈ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭക്തജന തിരക്ക്, ആപാലവൃദ്ധം ഭക്തജനങ്ങളുടെ ഒരു വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഭക്തി നിർഭരമായിട്ടുള്ള ആ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി ഈ ഘോഷയാത്ര പുറപ്പെടുമ്പോൾ അതിൽ നിലയുറപ്പിക്കുന്നതിന് വേണ്ടി, ആ ഒരു നിമിഷത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭക്തജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ക്ഷേത്ര പരിസരത്തുള്ളത് ഭക്തജന തിരക്കിന്റെ ഏറ്റവും ഭക്തജന തിരക്ക് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഘോഷയാത്ര പുറപ്പെടും. ഇപ്പോൾ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഘോഷയാത്രയുടെ വാഹനം ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭക്തജനങ്ങൾ, ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന അന്തരീക്ഷം, പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന, പരിശീലനം സജ്ജമാക്കിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ, പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി തന്നെ ഇപ്പോൾ ഈ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ ഘോഷയാത്ര പുറപ്പെടുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി ഘോഷയാത്ര വാഹനം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ശബരിമല മാതൃകയിലുള്ള ഈ ഘോഷയാത്ര വാഹനം ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. അകമ്പടി വാഹനങ്ങളുണ്ട്, അകമ്പടി വാഹനങ്ങളിൽ ഭക്തജനങ്ങളുണ്ട്, ശബരിമല തീർത്ഥാടകരും ഭക്തജനങ്ങളുമെല്ലാം ഈ അകമ്പടി വാഹനങ്ങളിലുണ്ട്. അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ ഘോഷയാത്ര ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ശബരിമലയുടെ മാതൃകയിലുള്ള ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ള ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന രഥത്തിലേക്ക് ഈ തങ്കയങ്കി ഇപ്പോൾ സജ്ജമാക്കി കഴിഞ്ഞു. ഇനി അത് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഇനിയുള്ള നിമിഷം ഉണ്ടാവുക. അതിനു വേണ്ടി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ഒരു നോക്ക് തൊഴുന്നതിന് വേണ്ടി, ഒരു നോക്ക് ദർശിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങളുടെ വലിയ തിരക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഈ വാഹനത്തിന് അന്തരീക്ഷം തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള നിന്നും പുറപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞു. അയ്യന് ചാർത്തി ദീപാരാധന നടത്തുന്നത് ഡിസംബർ 26-നാണ്. 25-ന് തന്നെ തങ്കയങ്കി സന്നിധാനത്ത് എത്തിച്ചേരും. മിഥുൻ ആവർത്തിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ 18-ാം പടിയും കൊടിമരവും ശ്രീകോവിലും ഉൾപ്പെട്ട ശബരിമല ക്ഷേത്രത്തിൻ്റെ ആകൃതിയിലാണ് ഈ രഥം തയ്യാറാക്കിയിരിക്കുന്നത്. ആ രഥത്തിൽ ആണ് തങ്കയങ്കി കൊണ്ടുപോകുന്നത് എന്നതാണ്. തങ്കയങ്കി രഥയാത്ര, ആ രഥത്തിൻ്റെ പ്രത്യേകതയാണ് വിവരിച്ചത്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ രഥം യാത്ര പുറപ്പെടും. വലിയ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ്. രാവിലെ മുതൽ തന്നെ തത്സമയ ദൃശ്യങ്ങളായി ജനം TV ഇത് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല അനു, ഈ ഘോഷയാത്ര പോകുന്ന വഴിയിലെല്ലാം ജനങ്ങൾ ഇങ്ങനെ ഒന്ന് ഇത് കണ്ട് തൊഴുന്നതിനായി, കാരണം അയ്യൻ്റെ ദേഹത്ത് അണിയാനുള്ള ആഭരണങ്ങളാണ്, അത് കാണുന്നത് തന്നെ പുണ്യം എന്നുള്ള രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത് തൊഴുകൈകളോടെ. അതുകൊണ്ട് ഭക്തിസാന്ദ്രമായി തന്നെ ഈ ഘോഷയാത്ര മുന്നോട്ട് പോകും. നിരവധി ക്ഷേത്രങ്ങളിൽ ഇടയ്ക്ക് സ്വീകരണം ഉണ്ടാകും. അത് എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അയ്യൻ്റെ അടുത്തേക്ക് എത്തുന്നത്. മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഭക്തിസാന്ദ്രമായി ആറന്മുള മാറിക്കഴിഞ്ഞു. അയ്യന് ചാർത്താനുള്ള തങ്കയങ്കിയുമായുള്ള യാത്ര പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്, അവസാനവട്ട ഒരുക്കത്തിലാണ്. എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു. ക്ഷേത്ര മാതൃകയിൽ രഥവും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി പോകുന്ന വഴിക്ക് ഏതൊക്കെ പ്രധാന ക്ഷേത്രങ്ങളിലാണ് സ്വീകരണം ഉണ്ടാകുക, അതോടൊപ്പം തന്നെ ജനങ്ങൾ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കാണുന്നതിനായി പോകുന്ന വഴിയിലെമ്പാടും ഇങ്ങനെ കാത്തു നിൽക്കുന്നൊരു മനോഹരമായ കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുകയില്ലേ? ദേവിക, ഭക്തി മാത്രമാണുള്ളത്. അയ്യപ്പസ്വാമിയുടെ മന്ത്രങ്ങളാൽ മുഖരിതമാണ് ഈ അന്തരീക്ഷം. ഇവിടെ അലയടിക്കുന്ന കാറ്റിന് പോലും ശരണമന്ത്ര ധ്വനികൾ മാത്രമാണ്. ഓരോ മനുഷ്യരും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അയ്യപ്പസ്വാമിയെ ഭജിച്ചു നിൽക്കുന്ന കാഴ്ച മാത്രമാണുള്ളത്. ഇവിടെ കൂടി നിൽക്കുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അവരുടെ എല്ലാ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് അയ്യപ്പസ്വാമിയാണ്. ഒരേ ഒരു
ആരാധനാമൂർത്തിയാണ്, അയ്യപ്പസ്വാമിയാണ്. അയ്യപ്പസ്വാമിയെ ഭജിക്കുക, അയ്യപ്പസ്വാമിയെ ചാർത്തുന്നതിനുള്ള തങ്കി അങ്കി ഒരു നോക്ക് കാണുക, ദർശിക്കുക, ആ പുണ്യ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഈ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അയ്യപ്പ ഭക്തജനങ്ങൾ അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ ഘോഷയാത്ര പുറപ്പെടുകയാണ്. പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന രഥത്തിൽ നിന്നും രഥവാഹനത്തിൽ നിന്നും ഘോഷയാത്ര നീങ്ങുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. എല്ലാ ഒരുക്കങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സുരക്ഷയോടുകൂടിയുള്ള ഘോഷയാത്ര പുറപ്പെടുക, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, ചിട്ടവട്ടങ്ങൾ, ദേവസ്വം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. വാഹനം ഇപ്പോൾ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറപ്പെടുക്കും. ഇന്ന് 7:15 അല്പസമയം 15 മിനിറ്റിനുള്ളിൽ തന്നെ മൂർത്തിട്ട മഹാഗണപതി ക്ഷേത്രത്തിലെത്തും. അവിടെയാണ് ആദ്യത്തെ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. പിന്നീട് പുന്നംതോട്ടം ദേവീക്ഷേത്രം, ചവിട്ടുകുളം മഹാദേവക്ഷേത്രം, തിരുവഞ്ചാങ്കാവ് ദേവീക്ഷേത്രം, 8:30 നെടുപ്രയാർ ദേവലശ്ശേരി ദേവീക്ഷേത്രത്തിൽ എത്തുന്നു. അവിടെയാണ് ഭക്ഷണവും വിശ്രമവും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രി കോന്നി രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലാണ് ഘോഷയാത്രയ്ക്ക് രാത്രി വിശ്രമം ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രി അവിടെ തങ്ങുന്നു. നാളെ രാവിലെ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഓമല്ലൂരിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര രാത്രിയോടുകൂടി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെത്തുന്നു. കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് നാളത്തെ രാത്രി വിശ്രമം ഒരുക്കിയിരിക്കുന്നത്. പിറ്റേ ദിവസം 24-ാം തീയതി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്നും രാവിലെ 7:30 പുറപ്പെടുന്ന ഘോഷയാത്ര രാത്രിയോടുകൂടി രാത്രി 8 മണിയോടുകൂടി പെരുന്നാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. പെരുന്നാട് ക്ഷേത്രത്തിലാണ് 24-ാം തീയതി ഘോഷയാത്രയുടെ പ്രയാണത്തിന്റെ 3-ാം ദിവസം ഘോഷയാത്ര രാത്രി തങ്ങുക, രാത്രി വിശ്രമം അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. 25-ാം തീയതി ഘോഷയാത്രയുടെ പ്രയാണത്തിന്റെ അവസാന ദിവസം, 4-ാം ദിവസം ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്ന ദിവസം 25-ാം തീയതി രാവിലെ 7 മണിക്ക് പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര രാവിലെ 11 മണിയോടുകൂടി പ്രധാനപ്പെട്ട ഇടത്താവളമായ നിലയ്ക്കലെത്തും. നിലയ്ക്കൽ സ്വീകരണം ഏറ്റുവാങ്ങി നിലയ്ക്കൽ ഭക്തജനങ്ങൾക്ക് ഈ ഘോഷയാത്ര ദർശിക്കുന്നതിനുള്ള തങ്കി ദർശിക്കുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയതിനു ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് പ്രധാനപ്പെട്ട പമ്പയിലെത്തുന്നത്. പമ്പയിൽ ഭക്തജനങ്ങൾക്ക് തിരുവാഭരണം ദർശിക്കുന്നതിന് തങ്കിയങ്കി ദർശിക്കുന്നതിനുള്ള സൗകര്യവും മറ്റു ക്രമീകരണങ്ങളും എല്ലാം അവിടെയും ഉണ്ടാകും. 3:30 വരെയുള്ള സമയത്താണ് പമ്പയിൽ തങ്കിയങ്കി ഘോഷയാത്ര തങ്ങുക. 3:30 പമ്പയിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര പിന്നീട് 5:30 5 മണിയോടുകൂടി മരക്കൂട്ടത്തെത്തുന്നു. ദേവസ്വം ഉദ്യോഗസ്ഥരും പ്രതിനിധികളും എല്ലാം ചേർന്ന് സ്വീകരിച്ച് ആനയിച്ച് ചിട്ടവട്ടങ്ങളോടുകൂടി ആചാരപരമായിട്ടുള്ള എല്ലാ സ്വീകരണങ്ങളോടുകൂടി വൈകിട്ട് മരക്കൂട്ടത്തിൽ നിന്നും സ്വീകരിച്ച് ആനയിക്കുന്ന ഘോഷയാത്ര 18-ാം പടി കയറി മുകളിലെത്തുമ്പോൾ സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചിരകാല അഭിലാഷമായി ഓരോ അയ്യപ്പ ഭക്തനും മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ആഗ്രഹം, ആ ആഗ്രഹ സാഫല്യീകരണത്തിന്റെ നിമിഷമായിട്ട് തങ്കിയങ്കി ചാർത്തിയുള്ള ദീപാരാധന 25-ാം തീയതി വൈകിട്ട് 6:30 നടക്കും. 26-ാം തീയതി 41 ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് മണ്ഡലപൂജയും ഉച്ചയ്ക്ക് നടക്കുന്നു. ശബരിമല നട അടയ്ക്കുന്നു. പിന്നീട് 30-ാം തീയതി മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള ശബരിമല നട തുറക്കും. 30-ാം തീയതി ആകും. എന്തായാലും ഇപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഘോഷയാത്രയും വഹിച്ചുകൊണ്ടുള്ള ആ രഥവാഹനം ഇപ്പോൾ പുറത്തേക്ക് നീങ്ങുകയാണ്. വളരെ സാവധാനമാണ് ഘോഷയാത്ര നീങ്ങുന്നത്. ഈ ഭാഗങ്ങളിൽ ആപാലവൃത്തം ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. കയ്യോടുകൂടി ഈ ഘോഷയാത്രയെ വണങ്ങുന്നതിന് വേണ്ടി, അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് വേണ്ടി, ആ പുണ്യ നിമിഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി, ആ പുണ്യ നിമിഷത്തിൽ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യമുള്ള തങ്കിയങ്കി കടന്നു പോകുമ്പോൾ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ദർശിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾക്കിടയിൽ കൂടി, ഭക്തജനങ്ങളുടെ തൊഴുകൈകൾക്ക് ഇടയിൽ കൂടി, നിറപറയും നിലവിളക്കുമൊക്കെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇടയിൽ കൂടി ഘോഷയാത്ര നീങ്ങുകയാണ്. പുറത്തേക്ക് ആറന്മുള ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറത്തേക്ക് ഘോഷയാത്ര നീളുകയാണ്. ഘോഷയാത്രയ്ക്ക് അകമ്പടി വാഹനങ്ങളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വാഹനമുണ്ട്. പ്രത്യേക സുരക്ഷ ഒരുക്കിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അയ്യപ്പ ഭക്തജനങ്ങളുടെ തീർത്ഥാടകരുടെ പ്രത്യേക വാഹനങ്ങളുണ്ട് അകമ്പടിയായി. അങ്ങനെ അകമ്പടി വാഹനങ്ങളുടെയും മറ്റും ഭക്തജനങ്ങളുടെയും എല്ലാം സാന്നിധ്യത്തിൽ, അവരുടെ എല്ലാം സാന്നിധ്യത്തോടു കൂടി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ, ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി 7:15 മൂർത്തിട്ട ഗണപതി ക്ഷേത്രത്തിലാണ് ആദ്യത്തെ സ്വീകരണം. അവിടെയും ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എന്ന പോലെ തന്നെ ഭക്തജനങ്ങൾ മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുന്ന സ്ഥലമാണ് ഗണപതി ക്ഷേത്രം. മൂർത്തിട്ട ഗണപതി ക്ഷേത്രം ആദ്യത്തെ സ്വീകരണം ഏറ്റുവാങ്ങുന്ന മൂർത്തിട്ട ഗണപതി ക്ഷേത്രം. അവിടെയും ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ഉണ്ടാകും. അതിനുശേഷം പിന്നീട് 8:30 നെടുപ്രയാർ എത്തുന്നു. നെടുപ്രയാറിൽ എല്ലാവിധ രാവിലത്തെ ഭക്ഷണവും വിശ്രമവും എല്ലാം ഒരുക്കിയിരിക്കുന്നത് അവിടെയാണ്. 9:30 1 മണിക്കൂർ അവിടെ നെടുപ്രയാറിൽ തുടരുന്ന ഘോഷയാത്ര പിന്നീട് 9:30 അവിടെ നിന്നും പുറപ്പെടുന്നത്. ഉച്ചയോടുകൂടി
വിവിധ ഭാഗങ്ങളിൽ കൂടി സഞ്ചരിച്ച് രാത്രിയോടുകൂടി രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തി അവിടെ തങ്ങും. എന്തായാലും ഭക്തി നിർഭരമായിട്ടുള്ള സാഹചര്യത്തിൽ ഭക്തി മാത്രം ഉള്ള അന്തരീക്ഷത്തിൽ, ഭക്തി മാത്രം ഉയർന്നു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ, ശരണമന്ത്രധ്വനികൾ മാത്രം മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഘോഷയാത്ര